കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന മലങ്കര കാത്തലിക് ടിവിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. ധനഹ തിരുനാളിന് ശേഷം, നമ്മുടെ കർത്താവിൻ്റെ മാമോദിസായുടെ തിരുനാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലെ വചന വിചിന്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മളിവിടെ ധ്യാന വിഷയമാക്കുന്നത്. വചനം ഇപ്രകാരം വായിക്കുന്നു: യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ടു. സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബൂലൂൻ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്ന അവരുടെ മേൽ ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി: മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു: എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു: സെബദിപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. സ്നാപക യോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ചതിന് ശേഷം തൻ്റെ ദൗത്യം, സകല നിയമങ്ങളും സകല ദൗത്യ നിർവഹണവും പൂർത്തിയാകുന്നതിന് വേണ്ടി മാമോദിസ സ്വീകരിച്ചതിന് ശേഷം യേശു ദൗത്യം ആരംഭിക്കുന്നതാണ് ഈ സുവിശേഷത്തിൻ്റെ ധ്യാന വിഷയം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ, 10 വാക്യങ്ങളുള്ള ഈ വചനഭാഗങ്ങൾ 3ആയി തിരിച്ച് നമുക്ക് ധ്യാന വിഷയമാക്കാം. 12ഉം 13ഉം വാക്യങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലമാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു താൻ വളർന്ന പട്ടണമായ നസറത്തിൽ നിന്നും മാറി ഗലീലയിൽ നിന്നും പിൻവാങ്ങി കഫർനാമിൽ ചെന്ന് വാസമുറപ്പിക്കുകയാണ്. അതിനുശേഷമുള്ള 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിലെ വാക്കുകൾ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിലേക്ക് കടം കൊള്ളുകയാണ്. ഇപ്രകാരം അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്നവരുടെ മേൽ ഉദിച്ച യഥാർത്ഥ പ്രകാശമാണ് യേശു എന്ന് മത്തായി ശ്ലീഹ യെശയ്യായുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുകയാണ്. 3-ാമത്തെ ഭാഗം 18 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ യേശു തൻ്റെ ആദ്യത്തെ 4 ശിഷ്യന്മാരെ വിളിക്കുന്നതാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ടു. നഫ്താലി, സെബൂലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ കഫർനാമിൽ ചെന്നു പാർത്തു. സെബൂലൂൺ, നഫ്താലി എന്നത് പൂർവ്വപിതാവായ യാക്കോബിന്റെ 12 മക്കളിൽ 2 പേരാണ്. ഇസ്രായേലിന്റെ 2 ഗോത്രങ്ങളാണ്. ഇവർ വടക്കേ ഇസ്രായേലിന്റെ ഭാഗമായിരുന്നു. ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, ഇസ്രായേൽ രാജ്യം മഹാനായ ദാവീദ് രാജാവിൻ്റെയും സോളമന്റെയും ഭരണത്തിന് ശേഷം 2ആയി വിഭജിക്കപ്പെടുകയാണ്. 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേലും 2 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന യൂദയായി. ഇപ്രകാരം 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേലിൽ പെട്ട ഗോത്രങ്ങളാണ് സെബൂലൂണും നഫ്താലി. ഈ സെബൂലൂൺ, നഫ്താലി ഗോത്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ദേശമാണ് യേശുവിന്റെ കാലത്തെ പാലസ്തീനയിലെ കഫർനാം. നസറത്ത് എന്ന ഒരു ചെറിയ പട്ടണത്തിനേക്കാൾ കഫർനാം എന്ന പട്ടണം അത് വാണിജ്യ വ്യാപാര കേന്ദ്രമാണ്. ഇപ്രകാരം വാണിജ്യ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും യേശു തന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. അവിടെ യഹൂദരും വിജാതീയരും ഇടകലർന്ന് വസിച്ചിരുന്നവരാണ്. അവിടേക്ക് യേശു പിൻവാങ്ങി അവിടെ നിന്ന് തന്റെ സുവിശേഷ ദൗത്യം, ദൈവരാജ്യ പ്രഘോഷണം ആരംഭിക്കുന്നത് ഗലീലയിൽ നിന്ന് മാറി കഫർനാം ദേശത്തു നിന്നാണ്.
യോഹന്നാൻ വലിയ ബഹളക്കാരനായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുക, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടി അകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? ഫലം തരാത്ത വൃക്ഷത്തിന്റെ എല്ലാം ചുവട്ടിൽ കോടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെ? യോഹന്നാൻ ഒരു ബഹളക്കാരനായി. ബഹളക്കാരനായ യോഹന്നാൻ വഴിയൊരുക്കാൻ വന്നവനാണ്. ഇപ്രകാരം വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ വഴിയൊരുക്കി ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ, ബന്ധനസ്ഥൻ എന്ന വാക്കിന് കൃത്യമായ തർജ്ജിമ അത് പിൻവാങ്ങി, അല്ലെങ്കിൽ അവൻ പ്രവർത്തനം നിർത്തിവെച്ചു എന്നതിനെയാണ്. അതായത് യോഹന്നാൻ തന്റെ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥ വഴിയായവൻ രംഗപ്രവേശം ചെയ്യുകയാണ്. യോഹന്നാൻ തന്റെ വഴി ഒരുക്കിയപ്പോൾ യഥാർത്ഥ വഴിയായവൻ കടന്നു വരികയാണ്. ഇത് മത്തായി ശ്ലീഹ പറയുക അതൊരു പ്രകാശത്തിന്റെ ഉദയമെന്നാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുക, അന്ധകാരത്തിലായിരുന്നവരുടെ മേൽ വലിയ പ്രകാശം ഉദിച്ചു എന്ന്. വചനം മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കും. രണ്ടാമതായി മത്തായി ശ്ലീഹ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് 14-ാമത്തെ വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് ഇപ്രകാരം സംഭവിച്ചത്. ഇതൊരു ചരിത്ര സംഭവത്തിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുകയാണ്. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8, 9, 10 അധ്യായങ്ങൾ ഇസ്രായേൽ, അതായത് നോർത്തേൺ ഇസ്രായേൽ, 10 ഗോത്രങ്ങൾ അടങ്ങുന്ന ഇസ്രായേൽ BC 723 അസീറിയ രാജാവായ തിഗ്ലത്ത് പലേസർ ആക്രമിച്ച് കീഴടക്കിയ ഒരു ചരിത്ര സംഭവം. BC 723 അസീറിയ രാജാവായ തിഗ്ലത്ത് പലേസർ ഈ 10 ഗോത്രങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ഒരിക്കലും ഈ 10 ഗോത്രങ്ങൾ ഒരുമിച്ച് വന്നിട്ടില്ല. പിന്നെ ഇസ്രായേൽ ഉള്ളത് യഹൂദരുള്ളത് യൂദയായിലെ 2 ഗോത്രങ്ങളിൽ മാത്രമാണ്. ഈ ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി യെശയ്യാ 8, 9, 10 അധ്യായങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്, അവിടെ ഈ ഇസ്രായേൽ ദേശത്ത് 10 ഗോത്രങ്ങൾ, അസീറിയക്കാരാൽ ആക്രമിക്കപ്പെട്ട 10 ഗോത്രങ്ങൾ അന്ധകാരത്തിലേക്ക് ആണ്ടുപോയി. അവർക്ക് ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലമാണ് മത്തായി ശ്ലീഹ യേശുവിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ആരംഭമായി കുറിച്ചു വയ്ക്കുന്നത്. ഇപ്രകാരം ആരംഭമായി ഒരു പശ്ചാത്തലം, ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങൾ നശിപ്പിക്കപ്പെട്ട ചരിത്ര പശ്ചാത്തലം ഇവിടെ ഒരു വാക്യമായി മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ എടുത്തു വയ്ക്കുകയാണ്. ഏകദേശം 400 വർഷക്കാലം യാതൊരു പ്രവചനങ്ങളും ഇല്ലാതിരുന്ന ഇടത്തേക്ക് യേശുവിന്റെ അരുളപ്പാടുമായി ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നതിനെ കുറിച്ച് മംഗളവാർത്താ കാലത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഇപ്രകാരം അന്ധകാരത്തിലായിരുന്നവരുടെ മേൽ യേശുവിന്റെ സുവിശേഷ ചൈതന്യം, യേശുവാകുന്ന പ്രകാശം കടന്നു വരുന്നതാണ് ഇന്നത്തെ സുവിശേഷം. യേശു പ്രസംഗിക്കുകയാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ചരിത്രം, ഈ അസീറിയ രാജാവ് ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ ഇല്ലാതാക്കി അന്ധകാരത്തിൽ ആണ്ടുപോയിരുന്ന ജനത, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതായ ജനത, അന്ധകാരത്തിൽ പ്രകാശമില്ലാതെ ഇരുന്നിടത്തേക്ക് പ്രകാശമായവൻ കടന്നു വരികയാണ്. ഇപ്രകാരം പ്രകാശം കടന്നു വരുമ്പോഴാണ് യഥാർത്ഥ അന്ധകാരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇരുട്ടുള്ള മുറിയിൽ എപ്പോഴും വൃത്തിയാണ്. എന്നാൽ അവിടേക്ക് പ്രകാശം വരുമ്പോഴാണ് ആ മുറിയിലെ പൊടിപടലങ്ങൾ നമുക്ക് ദൃശ്യമാകും. ഇരുട്ടുള്ള മുറിയിലേക്ക് പ്രകാശം വരുമ്പോഴാണ് അവിടെ ഉള്ള പൊടിപടലങ്ങൾ നമുക്ക് ദൃശ്യമാകും. യേശു യഥാർത്ഥ പ്രകാശമായവൻ വരുമ്പോൾ മനുഷ്യന്റെ പാവാവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടാകും. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ടേണിംഗ് എറവുണ്ടാകും, ഒരു പൂർണ്ണമായ തിരിച്ചുവരവാണ്. ഇപ്രകാരം തിരിച്ചു വരേണ്ടതിന്റെ കാരണം ദൈവരാജ്യ സമീപനമാണ്. ഇത് ഈ സുവിശേഷത്തിന്റെ 1-ാം ഭാഗമാണ്. 12-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ഇതിന്റെ പശ്ചാത്തലം. ഇനി ഇതിന്റെ സുവിശേഷത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നു. ആദ്യ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കണം. 1, യേശു വിളിക്കുന്ന ആളുകളുടെ പ്രത്യേകത. 2, യേശുവിൻ വിളിക്കുന്ന രീതി. 3, ആളുകൾ അതിനോട് നൽകുന്ന പ്രതികരണം. യേശു വിളിക്കുന്ന ആളുകൾ, അവർ മുക്കുവന്മാരാണ്, മീൻപിടുത്തക്കാരായിരുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ ശിഷ്യഗണത്തിലെ ആദ്യത്തെ 4 ശിഷ്യന്മാരാണ് പത്രോസും അന്ത്രയോസും, സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും.
ഇവരെ യേശുവിന് മുൻപരിചയം ഉണ്ടായിരുന്നോ എന്നോ യേശു ഇവരെ ആദ്യമായി കാണുകയാണോ എന്നോ ഒന്നും ഈ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ ബന്ധത്തിലുള്ളവരാണ് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഈ പത്രോസിനെയും അന്ത്രയോസിനെയും യേശു വിളിക്കുമ്പോൾ അവർ തങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ യേശു വിളിക്കും. ഇപ്രകാരം മീൻപിടുത്തക്കാർ മുക്കുവരായിരുന്നവരെ യേശു വിളിക്കും തന്റെ ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് പെടുത്തുമ്പോൾ യേശു വിളിക്കുന്ന ആളുകളുടെ പ്രത്യേകതയെക്കുറിച്ച് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്. തന്റെ ശിഷ്യത്വത്തെ പറ്റി പറയാനാണ് പൗലോസ്ലീഹ പറയുന്നത്. അത് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ ശിഷ്യന്മാരെ, യേശു വിളിച്ച ശിഷ്യന്മാരുടെ പ്രത്യേകതകളായി ഇപ്രകാരം പറയുകയാണ്. ദൈവവിളിയെപ്പറ്റി നിങ്ങളിൽ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ഇപ്രകാരം നിസ്സാരന്മാരായവരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. സമൂഹത്തിന്റെ ഉന്നതിയിലുള്ളവരല്ല, മറിച്ച് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ തന്റെ ദൗത്യത്തിനു വേണ്ടി യേശു തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്തവർ യേശുവിന്റെ ശിഷ്യഗണത്തിൽ ആരും തന്നെ വലിയ പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. പിന്നീട് യോഹന്നാന്റെ സുവിശേഷം അവസാന ഭാഗത്തിൽ ഉത്ഥാനത്തിന് ശേഷമുള്ള രംഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വള്ളത്തിന്റെ വലതുവശത്ത് ചാകരയുള്ളപ്പോൾ രാത്രികാലം മുഴുവൻ ഇടതുവശത്ത് വലയെറിഞ്ഞ് വശംവദരായിരുന്ന മുക്കുവരാണ്. ഈ ചാകര പോലും തിരിച്ചറിയാൻ സാധിക്കാത്തവണ്ണം നിസ്സാരന്മാരായ മുക്കുവരെ യേശു വിളിക്കുകയാണ്. യേശു ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അപ്രകാരം. രണ്ടാമതായി ഇത് യേശുവിന്റെ വിളിയുടെ പ്രത്യേകതയാണ്. അവരൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല വെള്ളത്തിലേക്ക് വീശി എറിയുമ്പോൾ വിളിക്കുക. ഇപ്രകാരമാണ് പറയുക, അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവർ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ യേശു വിളിക്കുകയാണ്. അവർ തൽക്ഷണം അവനെ അനുഗമിച്ചു. അതായത് വീശി എറിഞ്ഞ വല കടലിൽ അല്ലെങ്കിൽ ഗലീലി കടലിലേക്ക് വീശി എറിഞ്ഞ വല തിരികെ എടുക്കാൻ പോലും ശ്രമിക്കാതെ യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ. ഇത് നമ്മൾ ഏലിയ പ്രവാചകന്മാരെ പറ്റി കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഏലിയ പ്രവാചകൻ വയലിലൂടെ നടന്നു പോകുമ്പോൾ ഏലിഷ കാളകളെ ഉപയോഗിച്ച് നിലമുഴുതുകൊണ്ടിരിക്കുക. ഏലിയ തന്റെ പുറങ്കുപ്പായം ഏലിഷയുടെ മേൽ ഇട്ടു. എന്നിട്ട് പറഞ്ഞ് എന്നെ അനുഗമിക്കുക. ഏലിഷ തൽക്ഷണം ആ ജോലി അവിടെ നിർത്തിവെച്ചിട്ട് വീട്ടിൽ പോയി അവരോട് പറഞ്ഞ് തിരികെ വന്നിട്ട് ഉഴുതുകൊണ്ടിരുന്ന കലപ്പയെ കണ്ടിച്ച് അത് വിറക് കഷ്ണങ്ങളാക്കി ആ കാളയെ ബലിയർപ്പിച്ച് ഏലിയായെ അനുഗമിക്കുകയാണ്. ഒരു പെട്ടെന്നുള്ള ഒരു പ്രതികരണം, മുൻപിൻ ആലോചിക്കാതെ ദൈവവിളിയോട് പ്രത്യുത്തരിക്കുക. പ്രിയമുള്ളവരെ, ഇതാണ് ഈ സുവിശേഷം. ഇന്നത്തെ സുവിശേഷം പറയുന്ന രണ്ടാമത്തെ ഭാഗത്ത് പറയുന്ന 3 കാര്യങ്ങൾ ഇതാണ്. ദൈവം വിളിക്കുകയാണ്. വിളിക്കുന്ന ആളുകളുടെ നിസ്സാരം, അത് അവരുടെ മാനുഷികമായ ലൗകികമായ യോഗ്യതകളൊന്നും തന്നെയല്ല, മറിച്ച് ദൈവത്തിന്റെ വിളിയാണ്. 2, ദൈവത്തിന്റെ വിളിക്കുന്ന രീതിയാണ്. ഇവരെ അനുഗമിക്കാന്ന് വിളിച്ചു. മറ്റൊരു സ്ഥലത്ത് ലേവിയെ വിളിക്കുമ്പോൾ, മത്തായി എന്ന ശിഷ്യനെ വിളിക്കുമ്പോൾ അവൻ ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവനെ വിളിക്കുകയാണ്. ഇപ്രകാരം ദൈവം വിളിക്കും. മൂന്നാമതായി അതിനോടുള്ള ഒരു പെട്ടെന്നുള്ള പ്രതികരണമാണ്. ധനകായ്ക്ക് ശേഷമുള്ള ഈ 1-ാമത്തെ ഞായറാഴ്ച മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ദൗത്യം ആരംഭത്തെക്കുറിച്ചും അതിന് മത്തായി ശ്ലീഹ ഒരുക്കി വയ്ക്കുന്ന പശ്ചാത്തലത്തെക്കുറിച്ചും ധ്യാനിക്കും. യേശു തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് വഴി ശിഷ്യഗണത്തിലേക്ക് യേശു ക്രിസ്ത്യാനിയാവാൻ യോഗ്യതകൾ ദൈവവിളിയാണ്, ദൈവം വിളിക്കുന്നതാണ്, മാനുഷികമായോ ലൗകികമായോ ഉള്ള യോഗ്യതകൾ ഒന്നും തന്നെയല്ല എന്ന്. ശിഷ്യനാകാൻ വിളിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പൂർത്തീകരിച്ചിട്ടല്ല. ചിലരൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് സുവിശേഷ സംഘത്തിലൊക്കെ അംഗമാകാൻ വേണ്ടി
ആളുകളോടൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, റിട്ടയർ ആയതിനു ശേഷം ഈ ജോലിയിലേക്ക് ഞങ്ങൾക്ക് മറ്റ് ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചുകൊള്ളാം. എന്നാൽ അതല്ല, വീശി എറിഞ്ഞ വല തിരികെ എടുക്കാൻ പോലും തുനിയാതെ യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ. പ്രിയപ്പെട്ടവരെ, ധനഹായി ശേഷമുള്ള ഒന്നാമത്തെ ഈ ഞായറാഴ്ച വചനത്തിലൂടെ ദൈവം നൽകുന്ന പാഠങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.